പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 23 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച പകൽക്കാലം ആമേൻ കർത്താവ് തന്നെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം നമ്മളോട് കൂടെയിരുന്നു. കർത്താവിൻ്റെ വിശ്വസ്തത നമ്മളോടുള്ളത് വലുതായിരുന്നു. കർത്താവിൻ്റെ കൃപ വലുതായിരുന്നു. അതിനായിട്ട് കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട്, കർത്താവെ കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരം ഉയർത്തി പിടിച്ചിട്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. നമ്മളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. നമ്മളെ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയതാണ്. നമ്മൾ എഴുന്നേറ്റതല്ല, കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചത്. എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ്, എല്ലാ കൃപയ്ക്കും നന്ദി പറഞ്ഞാട്ട്, എല്ലാ സ്നേഹത്തിനും നന്ദി പറഞ്ഞാട്ട് ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറയാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു, കർത്താവ് മാറാത്തവനാകുന്നു, കർത്താവ് എന്നേക്കും മതിയായവനാകുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുന്ന നല്ല കർത്താവ് ആമേൻ. ആ നല്ല കർത്താവിനെ ഒന്നുകൂടെ കരമുയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ 67 സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് ഉണ്ടാകട്ടെ, കർത്താവിൻ്റെ പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. കർത്താവ് തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാട്ടെ. അതെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേക ഫേവർ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വഴി ഭൂമിയിലും കർത്താവിൻ്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയാം. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ നമ്മുടെ മേൽ വരുന്നത്? കർത്താവിൻ്റെ വഴി ഈ ഭൂമിയിൽ അറിയിക്കുവാൻ. കർത്താവ് ഇന്ന് തൻ്റെ വഴി ഈ ഭൂമിയിൽ അറിയിക്കുന്നത്, തൻ്റെ രക്ഷ എല്ലാവരെയും അറിയിക്കുന്നത് എങ്ങനെ? നമ്മളിലൂടെ, തൻ്റെ മക്കളിലൂടെ, തൻ്റെ മക്കളിൽ വെളിപ്പെടുന്ന ദൈവിക അനുഗ്രഹത്തിലൂടെ, തൻ്റെ മക്കളിൽ വെളിപ്പെടുന്ന ദൈവിക നന്മകളിലൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് അതിൻ്റെ 7ാമത്തെ വാക്യം പറയുന്നത്, ദൈവമേ ജാതികൾ അങ്ങയെ സ്തുതിക്കും, സകല ജാതികളും അങ്ങേ കർത്താവിനെ സ്തുതിക്കും, ഭൂമി അതിൻ്റെ അനുഭവം നൽകും. ഇന്ന് പ്രഭാതത്തിൽ ഭൂമി അതിൻ്റെ അനുഭവം ദൈവമക്കൾക്ക് നൽകട്ടെ. ആമേൻ. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും കർത്താവിനെ ഭയപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് തന്ന നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൂട്ടമായി സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോൾ, ദിവസം മുന്നോട്ട് പോകുമ്പോൾ ശരീരം അനുഭവിക്കുന്ന ക്ഷീണങ്ങൾ, തലയ്ക്കകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ദിവസം മുൻപോട്ട് കയറുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് കുറച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണങ്ങൾ, തലയ്ക്കകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആമേൻ, ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് പ്രഭാതത്തിൽ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോട്ടെ. ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ. ആമേൻ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ട്രെങ്ത് പുതുക്കി വരട്ടെ, ആരോഗ്യം പുതുക്കി വരട്ടെ. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സ്പെഷ്യലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഇൻഫെക്ഷനായിട്ട് ശരീരത്തിൽ മുറിവുകൾ വന്ന്, ഇൻഫെക്ഷൻ വന്ന് അതിനകത്തൂടൊക്കെ ആമേൻ പസ് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. എല്ലാ സ്വെല്ലിങ്ങുകളും, ശരീരത്തിലുണ്ടായിരിക്കുന്ന നീർക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു, അത് മുഖാന്തരം ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഈ ചൊവ്വാഴ്ച പകൽക്കാലം എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ട്രാവൽ ചെയ്യാൻ ടിക്കറ്റുകൾ ലഭിക്കാതെ
അവൻ ടിക്കറ്റ് ഫെയർ ഒത്തിരി കൂടി നിൽക്കുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അതിന്മേലൊരു മിറക്കൽ സംഭവിക്കട്ടെ. എയർ ടിക്കറ്റിനകത്താണെങ്കിലും മറ്റേത് ടിക്കറ്റിനകത്താണെങ്കിലും അതിനകത്തൊരു മിറക്കൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്കായി സംഭവിക്കട്ടെ. ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഇന്നലത്തെ സ്പെഷ്യൽ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. നാളത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. സ്പെഷ്യൽ ഗ്രേസും സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻസും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഉണ്ടാകട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചതിന് നമുക്ക് ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി വീണ്ടും ഇന്ത്യൻ സമയം നമുക്ക് 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നമ്മുടെ സഭായോഗം ഒന്നുകൂടെ നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ സമയം 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ നമ്പർ 4:13 അവിടെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇന്നത്തെ മോർണിംഗ് മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു പേരിതായിരുന്നു, ചലഞ്ച് ദ ചലഞ്ചസ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ നിങ്ങൾ വെല്ലുവിളിക്കണം. കാരണം നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ദൈവജനത്തിൽ പറയുന്നു നമ്മൾ സകലത്തിനും മതിയായവരാകുന്നു. അപ്പം പിന്നെ ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. യേശു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും ഏത് വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ കഴിയും. ആമേൻ. വെല്ലുവിളികളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. അതിനെ തകർക്കാൻ കഴിയാത്ത നിങ്ങളുടെ മുമ്പിൽ ജയിക്കാൻ കഴിയാത്തതായ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ചാടിക്കിടക്കാൻ കഴിയാത്തതായ ഒരു കോട്ടകളുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, എന്ത് ചലഞ്ചസുകളാണെങ്കിലും നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് യേശു നിങ്ങളുടെ കൂടെയും യേശു നിങ്ങളുടെ ഉള്ളിലും ഉള്ളത് കൊണ്ട് നിങ്ങൾക്കതിനെ ജയിക്കുവാൻ കഴിയും. പഴയ നിമിത്തത്തിൽ ദാവീദിനെ കണ്ടില്ലേ? ദാവീദ്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഇത് കാണുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞു, ഞാൻ ഇതിനെ ജയിക്കുമെന്നാണ് പറഞ്ഞു. ദാവീദിൻ്റെ മുമ്പിൽ ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്തു? എല്ലാവരും ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദ് നിൽക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്തു? എല്ലാവരെയും ചലഞ്ച് ചെയ്യുന്ന വെല്ലുവിളിയായ ഗോലിയാത്തിനെ ദാവീദ് ചലഞ്ച് ചെയ്തു. അതായിരുന്നു അഭിഷക്തൻ്റെ ലക്ഷണം, അഭിഷേകമുള്ളവരുടെ ലക്ഷണം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ഏത് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും അതിനോട് ധൈര്യമായിട്ട് പറയാം, എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ഈ പ്രശ്നത്തെ ജയിക്കും, ഈ പ്രതികൂലത്തെ ജയിക്കും, ഈ പ്രതിസന്ധിയെ ഞാൻ ഓവർകം ചെയ്യും. എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം ഞാൻ ഇതിനകത്ത് അത്ഭുതമായി പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പറയും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. പറയണം, ഇല്ല, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഇത് ഞാൻ ഓവർകം ചെയ്യും. ഇതുപോലെ ഏത് ഫിസിക്കൽ ചലഞ്ചസ് ആണെങ്കിലും മെൻ്റൽ ചലഞ്ചസ് ആണെങ്കിലും ജോലിയിലാണെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ്, എന്തുമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്കതിനെ ജയിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അളവറ്റ ശക്തിയാണ്. അൺലിമിറ്റഡ് ആൻഡ് ഇമ്മെഷറബിൾ പവർ ഓഫ് ഗോഡ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ശക്തിയാൽ ഏത് പ്രതിസന്ധിയും ജയിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രതിസന്ധി കണ്ട് നിലവിളിക്കരുത്, ഭാരപ്പെടരുത്. ചലഞ്ച് ദ ചലഞ്ചസ്. വെല്ലുവിളികളെ നിങ്ങൾ വെല്ലുവിളിക്കണം. പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാനിതിനെ ജയിക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാനിത് ഓവർകം ചെയ്യും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാനിതിനകത്തുനിന്ന് പുറത്തു വരും. നമുക്കറിയാം എബ്രായ ബാലകന്മാർ എന്നാ ചെയ്തത്? ആ ചെറുപ്പക്കാർ 3 പേർ തീച്ചൂളയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, അവർ വെല്ലുവിളിക്കുക, അവർ പറഞ്ഞു, ഈ പ്രതിസന്ധിയെ ഞങ്ങൾ ജയിക്കും, ഞങ്ങളതിനെ ഓവർകം ചെയ്യും, ഞങ്ങളതിനെ ഓവർകം ചെയ്യുമെന്നാണ് പറയും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കട്ടെ. പ്രതിസന്ധികളെ ജയിക്കുക. മുമ്പിൽ നിൽക്കുന്ന ജോലി സ്ഥലത്താണെങ്കിലും എന്ത് പ്രതികൂലം വന്നാലും അതിനെ ജയിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ ശക്തിയുണ്ട്. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കണ്ട് നിലവിളിക്കാതെ അതിനോട്, ഇല്ല, യേശു ക്രിസ്തുവിൽ ഞാനിതിനെ ജയിക്കും, യേശു ക്രിസ്തുവിൽ ഞാനിതിനെ ജയിക്കും, യേശു ക്രിസ്തുവിൽ ഞാനിതിനെ ജയിക്കും. ഇത് തന്നെ പറയണം, യേശു ക്രിസ്തുവിൽ ഞാനിതിനെ ജയിക്കും എന്ന് പറഞ്ഞ് മുന്നേറാമെങ്കിൽ അത്ഭുതമായി ജീവിക്കുവാൻ കഴിയും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാനല്ല ദൈവം വിളിച്ചത്, അത്ഭുതമായി തീരുവാനാണ് കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് ജയാളികളായി ജീവിക്കുക. എങ്ങനെ ജീവിക്കാം?
നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നമ്മൾ സകലത്തിനും മതിയായവരാകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ.